കുടുങ്ങിയില് ഇവനിലെ പരിപാടി നടത്തുന്ന ഗുണ്ട ഷാജി. അനാഥശാലയില് പിള്ളേരെ ധനശേഖരാർത്ഥം നടത്തുന്ന പരിപാടിയാണ് മാഷെ. മാഷെ അലമ്പുണ്ടാക്കിയായിരിക്കും മാഷെ. എന്താ ഷാജി പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കണ ഒരു പരിപാടി, അതും എന്റെ ഭാസ്കര മാഷയുടെ പേരിൽ നമ്മളായിട്ട് അലമ്പാക്കുവോ? നിന്നും വെൺതാരത്തിൽ ആനന്ദപ്പെട്ടേ. ഷാജിയെ കഴിഞ്ഞ മാസം പോലെ എന്തായാലും അലമ്പുണ്ടാക്കിയ ഞാൻ കയറി മേടുണ്ടാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഒരു ഭയങ്കര പാട്ടായിരുന്നു നാം കേട്ടത്. ഡയമണ്ട് വില്ലേജ് ഫണ്ട് സ്പോൺസർ ചെയ്യുന്ന പി ഭാസ്കര സംഗീത നിശ. മലയാളിക്ക് മണ്ണിന്റെ മനമുള്ള പാട്ടുകൾ സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷിന്റെ The Everlasting Melody-മായി ശ്യാം പ്രസാദ്. Let's give a huge applause. കോൺവെന്റ് മോളെ, നിന്റെ മുടിഞ്ഞൊരു മല നീ എന്തായാലും പറഞ്ഞത്? മഞ്ഞിന്റെ മനമുള്ള ഭാസ്കരൻ മാസ്റ്റർ. എന്ത് ഭാഷയാണിത്? ഭാസ്കരൻ മാസ്റ്റർ പറടി. അത് അപ്പൊ നിനക്ക് ഭാഷ അറിയാം. TV ഷോകളിൽ പാടാൻ വരുന്ന കൊച്ചുകുട്ടികളുടെ മുമ്പിൽ നിന്റെ ഈ ചച്ചിച്ചിച്ച് എന്നുള്ള ഭാഷ ഒക്കെ അതും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാണ്ടല്ലോ അടിച്ചതിന്റെ കാലിയം തല്ലി പിടിക്കും. മേലാൽ നീ ആണും പെണ്ണുങ്ങളുടെ ഭാഷ സംസാരിക്കോ? സംസാരിക്കോ? എന്നെ അല്ലടാ കൂവേണ്ടത്. നിന്നെയൊക്കെ പെറ്റിട്ട ഭാഷ ഏതാ ഇങ്ങനെ വൃത്തികേടാക്കുന്നില്ലേ? അവരെ നോക്കി കൂടാ. ശരിയായി തരാം. പിടിച്ചിറക്കണോ? പറഞ്ഞോട്ടെ. അതെ സാറേ, അവിടെ റെഡിക്കാലും ഞങ്ങളെ പിടിച്ചു പറ്റാനും മാഷ് വന്നേ. അതുകൊണ്ട് മാഷ വിട്ടു. ഞങ്ങളെ ചാർജ് ചെയ്തു. അതിനകത്ത് കേട്ടോ മാഷ എന്റെ റൂമിലേക്ക് പറഞ്ഞോട്. കേറി വാ. നിങ്ങളൊരു അധ്യാപകനല്ലേ? ഇങ്ങനെ കള്ളും കുടിച്ച് പൊതു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കുന്നത് നാണക്കേടല്ലേ മാഷേ? എന്നെ ഓർമ്മയുണ്ടോ മാഷിന്? ഇന്ത്യൻ ആർട്സ് കോളേജില് സൺഡേ ബാച്ചിന് മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. SI സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ മാഷെ വന്ന് കാണുകയും ചെയ്തിരുന്നു. പേര് പോൾ വർഗീസ്. അണ്ടിപ്പോളി, അണ്ടിക്കച്ചവടക്കാരൻ ചാക്കോടോ. അണ്ടിപ്പോളി, ഉണ്ടപ്പോളി. ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്നെ അന്ന് നീ ഡിഗ്രിയുടെ എക്സാമിനേഷൻ എഴുതാൻ വരുമ്പോ നിനക്ക് വല്ലത് എഴുതാൻ അറിയായിരുന്നോടാ. അന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പെട്ട പാട് അതൊക്കെ വലിയ ഓർമ്മയുണ്ട. പോത്തെ കാലി പിടിക്കാം മാപ്പ്. അതെ, CSR നേരിട്ട് വിളിച്ചു പറഞ്ഞ കേസാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പെൺകുട്ടിയെ പബ്ലിക്കിന്റെ മുമ്പിൽ മാനം കെടുത്താൻ നോക്കി എന്നുള്ളതാ ചാർജ്. എന്റെ അണ്ടിപ്പോൾ പോൾ സാറേ, നീ ആയിരുന്നെങ്കിൽ പെണ്ണിന്റെ ചന്തിക്കിട്ട് അടിച്ചിട്ടേ സംസാരിക്കുള്ളായിരുന്നു. അവള് പറഞ്ഞതെന്ന് അറിയാമോ? എന്റെ ഭാസ്കര മാഷ പാട്ട് കേട്ടിട്ട് മഞ്ഞിന്റെ മനമുള്ള എന്റെ ഭാസ്കര മാഷ പാട്ട് ഒറ്റ ചവിട്ടിയാ ഇരിക്കും മാഷേ. ഒരിക്കൽ എന്നെ പഠിപ്പിച്ചു എന്നുള്ള ബഹുമാനം കൊണ്ട് പറയാ. കേസ് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായ സ്ഥിതിക്ക് മാഷ് പിടിച്ചു മാറ്റാൻ ചെന്നാണെന്ന് ഞാൻ വരുത്തി തീർത്തോളാം.
പക്ഷെ വെറുതെ പറഞ്ഞേക്കാൻ എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിലേ കരയടച്ച റെസീറ്റുമായിട്ട് വരാൻ പറ. അങ്ങനെ വല്ലവന്റെ പെടലിക്ക് ഇത് ചാരി വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ടേ. നാളെ നേരം പുലർന്നാലേ കേസങ്ങ് കോടതിയിലെത്തും. ആ. മാഷ് സസ്പെൻഷനിലാവും. ആ. മാഷേ ഏ, മാഷേ ഏ, ഈ സമയത്ത് വിളിച്ച ടാക്സ് അടച്ച റെസീറ്റുമായിട്ട് വരാൻ ആരെങ്കിലും ഉണ്ടാവും? ബന്ധുക്കൾ ആരെങ്കിലും ആയാലും മതി. എന്തെങ്കിലുമെന്ന് പറയാനായിട്ട് എനിക്ക് ആ ഒരു ഭാര്യയും മോനും മാത്രമേ ഉള്ളൂ. അവരുടെ പേരിൽ സ്ഥലം വല്ലതും ഉണ്ടോ? ഭാര്യയുടെ പേരിലല്ലേ സ്ഥലമൊക്കെ. എന്നാ പിന്നെ പെട്ടെന്ന് വിളിച്ച് പറ. ഏ? വിളിക്കും മാഷേ. നമ്പർ എത്രയാ? ഓ, എന്റെ ഭാര്യയാണല്ലോ വിളിക്കണ്ടേ. എന്റെ അണ്ടിപ്പോളി ഇതിന്റെ കാര്യം. മാതാവേ, മാഷന്ത് കിടപ്പാടി കിടക്കണത്? കാലത്ത് അടിക്കാൻ തുടക്കാനും എന്നെ പെണ്ണുങ്ങൾ കാണാൻ പറ്റിയ കാഴ്ചയാണോ മാഷേ ഇത്? മാഷേ മാഷേ, അന്തമില്ലാത്ത കിടപ്പ് കിടന്നാലേ തെണ്ടിപ്പട്ടും കാടാമ്പൂച്ചും കയറി കിടക്കുന്ന സ്ഥലമാണ് മാഷേ ഇത്. നേരം വെളുത്ത് നോക്കുമ്പോഴേ ആഷിക്കപ്പൊരു സിനിമ പോലെ ആവും. പോതള്ളേ ആ, അച്ഛൻ ഇന്നലെ എവിടെയാണോ കിടന്നേ? അമ്മ വല്ലതും പറഞ്ഞോ? ഇല്ല, എന്തേ? എങ്ങനെയുണ്ട് നിന്റെ പഠിപ്പൊക്കെ? ഒരുപാട് നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഒരു കമ്പ്യൂട്ടറും നെറ്റ് കണക്ഷനും വേണം. ഇതൊക്കെ പറയാൻ അച്ഛനെ കൈ കിട്ടിട്ട് വേണ്ടേ? ശരിയാക്കാം മക്കളെ, ഒക്കെ ശരിയാക്കാം. അച്ഛൻ ഈടായിട്ട് ഇത്തിരി ഓവർ ആവുന്നുണ്ടല്ലേ ഭാസ്കര? ഇത്തിരി അല്ല, ഒത്തിരി. ഭാസ്കര, നിന്റെ ഭക്ഷണം ടേബിളിൽ ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കാൻ മറക്കണ്ട. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് നീ പോയിക്കോ. താണ്ടം അപ്പുറത്തുണ്ട്, എന്നെ കൊണ്ട് ഒച്ച എടുപ്പിക്കരുത്. എടി, ഞാൻ എന്നെ ന്യായീകരിക്കല്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരവസരം കൂടി എനിക്ക് വഴി തന്നു. മാറ്, എനിക്ക് പോവാൻ സമയം. നീ ഇന്ന് പോകുന്നില്ല. നീ മാത്രല്ല, ഞാനും മോനും ആരും പോകുന്നില്ല. കിണിങ്ങാ നിക്കല്ലേ സത്യേട്ടാ. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി. എല്ലാം ദാ, നമ്മുടെ മോനാണ് സത്യം. ഓ എന്നെ പൊന്നോ, പണ്ടിതുപോലെ കൊച്ചു തലേപ്പിൽ സത്യം ചെയ്തിട്ട് ഒരു മാസം സൈക്കിൾ അടിച്ച് കിടപ്പിലായിരുന്നു. ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇത്രത്തോളം ചെന്നെത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. സോറി, എന്നോട് ക്ഷമിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ ക്ഷമിക്കണം. നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും ഞാൻ മാത്രം ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ജീവിതം തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്കൂള് വിട്ടാൽ ഓടി പോകുന്നുണ്ടല്ലോ പൂരപ്പറമ്പിലേക്ക്. എന്നെ മോനെയും പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദിവസവും കുടിച്ചു കൂത്താടാൻ നിങ്ങൾക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്. പകല് മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച് എക്സോസ്റ്റഡ് ആയി. അതിന്റെ സ്ട്രെസ് താങ്ങാൻ പറ്റണില്ല. പക്ഷെ ചീട്ട് കളിച്ചും കുടിച്ചും നിങ്ങൾ അതൊക്കെ മാറ്റിടണ്ടല്ലോ. ഒന്നോർത്തോ, നിങ്ങളെ കണ്ട ഇവിടെ ഒരു ആൺകുട്ടി വളരണത്. ഒരിക്കൽ അവനോട് സമാധാനം പറയേണ്ടി വരും. സോറി സോറി സോറി, ഐ എം സോറി. അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ വരുന്നത് നീയെന്നല്ല ഒരു ഭാര്യയും പൊറുക്കില്ല. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. എനിക്കിപ്പോ നിന്റെ മോന്റെ മുമ്പിൽ നിൽക്കാൻ നാണം തോന്നുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും വേണ്ടാത്തൊരു ഒരാളായിട്ടായിരിക്കും എന്റെ ജീവിതം അവസാനിക്കുക. തിരിച്ചു പിടിക്കണം. എനിക്ക് എന്നെ തന്നെ ഒന്ന് തിരിച്ചു പിടിക്കണം. എല്ലാ അർത്ഥത്തിലും ഒരു ന്യൂ സ്റ്റാർട്ട്. പ്ലീസ് പ്ലീസ്, അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. പ്ലീസ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. പ്ലീസ്. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആയിക്കോളൂ. പക്ഷെ അത് ഈ വീട്ടിൽ വെച്ചാവുമ്പോ നാണക്കേട് ഒഴിവാക്കാലോ. പോലീസുകാരുടെയും നാട്ടുകാരുടെയും മുമ്പില് ഒരു അധ്യാപകനായ നിങ്ങൾ നാണം കെട്ട് നിൽക്കുന്നത് കാണുമ്പോ അതെന്താ ഓർക്കാത്ത? ഓർക്കും, എല്ലാം ഓർക്കും. പ്ലീസ്, ദയവ് ഇതിനെ പഴയ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. എന്നെ നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മളെല്ലാവരും കൂടി പുറത്ത് കറങ്ങാൻ പോകുന്നു. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് ലീവില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ മോനും ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. രാവിലെ മുതൽ എന്നോട് പിണങ്ങി വെറും വയറ്റിലല്ലേ നിൽക്കുന്നത്. സത്യേട്ടൻ പോയി കുളിച്ചിട്ടോ, ഒരുമിച്ച് കഴിക്കാം. വേഗം വരാം മക്കളെ.
പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. പണ്ട് പണ്ട് പണ്ടേ ഞാൻ